ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ 4 ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ എന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണ്. ചില കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ. നമ്മളെ വാട്സപ്പ് നമ്പറൊക്കെ അറിയുന്ന കൂട്ടുകാർ മെസ്സേജ് അയക്കലുണ്ട്, എന്താ അപ്പോൾ വീഡിയോ കാണാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു 2024 വർഷം കഴിയാൻ പോവല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ ആയില്ലേ, ഒരു 2.5-3 വർഷത്തോളമായി നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഫാമിലി പോലെയാണ് ഇതുവരെ കഴിഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെയായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ തോന്നുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു 2024 വർഷത്തിൽ നമുക്ക് പിന്നെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ജീവിതമല്ലേ, അപ്പോൾ സന്തോഷം ദുഃഖമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും വരാൻ പോണ പുതിയ വർഷത്തിൽ നമുക്ക് വെറും സന്തോഷം തന്നെ ഉണ്ടാവണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്നാലും നല്ല വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ സ്കൂൾ മദ്രസൊക്കെ പൂട്ടിയതല്ലേ. അപ്പോൾ വിരുന്നൊക്കെ പോയി ഇന്നലെ കേട്ടോ വന്നത്. അപ്പോൾ ഇന്ന് മദ്രസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് നേരം എനിക്ക് ചെയ്യാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. നമ്മൾ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വർക്കൊക്കെ ചെയ്യാൻ നിന്നത്. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു എല്ലാ മാസത്തിലും മാസം ഫസ്റ്റും ലാസ്റ്റും ഭയങ്കര തിരക്കേക്കാരം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്കറിയാമല്ലോ, ഹോം ഷോപ്പിൻ്റെ വർക്ക് നമ്മൾ ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ബില്ല് ക്ലോസിങ് ആവും. പിന്നെ മാസം ലാസ്റ്റും അതേപോലെ തന്നെ ഫസ്റ്റിൽ സാധനങ്ങൾ വരുന്ന തിരക്കും പാക്ക് ചെയ്യുന്ന തിരക്കൊക്കെ ആയിട്ട് നല്ല ബിസിയായിക്കാരം കേട്ടോ. അപ്പോൾ ഒരു 2-3 പേരെ ബില്ലൊക്കെ റെഡിയാക്കാണ്ടായിന്. അപ്പോൾ രാവിലെ അതിന് നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിക്ക് വന്നത്. അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ക്യാരറ്റ് സേമിയ ഉണ്ടായിനും അതേപോലെ തന്നെ പുട്ടുപൊടി ഉണ്ടായിനും. അപ്പോൾ അത് രണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വാഴ കുലച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിനി 2 പഴക്കൊലുണ്ടെങ്കിൽ നമുക്ക് വെട്ടാനെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പിന്നെ ഒരു 2-3 ചെറുപ്പ് പക്ഷികളൊക്കെ തിന്നിക്കണം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ അലക്കണ കല്ലുമ്മക്ക് അയിറ്റകൾ പിന്നെ അതിൻ്റെ പഴത്തിൻ്റെ തൊലി അതും ഇതൊക്കെ തിന്നുമ്പോൾ അങ്ങനെ ചാടുമല്ലോ, അങ്ങനെ ചാടി ആകെ വൃത്തിയായിക്കണം. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ പഴക്കൊല വെട്ടിയെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷികളൊക്കെ ഇഷ്ടംപോലെ തിന്നിക്കണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മളെ മക്കൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പഴക്കൊലൊക്കെ വെട്ടി വാഴയും തന്നെ വെട്ടിയിട്ടിട്ടുണ്ട് അവിടെ. പിന്നെ അവിടെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം പഴക്കൊല വെട്ടി അകത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമൊക്കെ പക്ഷികളൊക്കെ തിന്ന ബാക്കിയൊക്കെ അല്ലേ, മാങ്ങയൊക്കെ കിളിയൊക്കെ കൊത്തിയ ഭാഗമൊക്കെ പിന്നെ കഴുകിയാണ്ട് അവിടെ ചെത്തിക്കളഞ്ഞൊക്കെ തിന്ന കാലങ്ങളുണ്ടായിനില്ലേ. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണതല്ലേ, അപ്പോൾ പേടിയാണ്. അപ്പോൾ എന്തായാലും പക്ഷികൾ തിന്ന ഭാഗമൊക്കെ ഞാൻ ഒക്കെ വൃത്തിയാക്കിയിട്ടോ. എന്നിട്ട് നല്ലോണം കഴുകി പഴക്കോല അകത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വാഴ വെട്ടി കഴിഞ്ഞിട്ട് ഇണ്ണിക്കാമ്പ് എടുക്കും കേട്ടോ. ഉമ്മയൊക്കെ ഇങ്ങനെ എടുക്കലുണ്ട്. ഉമ്മയൊക്കെ ഇടയ്ക്ക് ഇങ്ങനത്തതൊക്കെ കൂട്ടാൻ വെച്ച് തരലും ഉണ്ട് കേട്ടോ നമുക്ക്. ഞാനും ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പോൾ പിന്നെ അങ്ങനെ തിരക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് അരിയാനൊക്കെ ചിലപ്പോൾ മടിയേക്കാരം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞായറാഴ്ച അല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകുമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ വാഴൻ്റെത് അപ്പം തന്നെ അങ്ങനെ പൊളിച്ചെടുത്തിട്ടോ. അങ്ങനെ പൊളിച്ച് കണ്ടതാ അതിൻ്റെ ഉള്ളത്തെ ആ ഒരു എണ്ണിക്കാമ്പ് എടുത്തിട്ടുണ്ട്. എണ്ണിക്കാമ്പ് എന്നാട്ടോ നമ്മളിവിടെ പറയൽ. നിങ്ങളെന്താ പറയലെന്ന് അറിയില്ല. ഇതിപ്പോൾ എടുക്കണതൊക്കെ കണ്ടാൽ വിചാരിച്ചു ഇപ്പം തന്നെ അത് ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഉച്ചക്ക് പിന്നെ കുറച്ച് മതി ചോറൊക്കെ. പിന്നെ നമുക്ക് കല്യാണം ഉണ്ട് കേട്ടോ നമ്മളെ അടുത്ത വീട്ടിൽ. അപ്പോൾ നമ്മളെ ചിഞ്ചുമോളും മഞ്ജുമോളും കല്യാണത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാനും ഐഫക്കുട്ടി റിച്ചുമോനും കല്യാണത്തിന് പോകും. പിന്നെ ഇങ്ങനത്തതൊക്കെ വെച്ചാൽ കാര്യമായിട്ട് കഴിക്കണ ആൾ ഞാൻ തന്നെയാണ്. ഞാനും റിച്ചും തന്നെയാണ് കാര്യമായിട്ട് കഴിക്കട്ടോ. ചിഞ്ചുവിനും മഞ്ജുമോൾക്കൊന്നും അങ്ങനെ വല്ലാതെ അങ്ങനത്തെ ഒന്നും പോവില്ല. അപ്പോൾ അതവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. ഇനി നാളെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് നമ്മളെ പുട്ടുപൊടിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടേനും. അതേപോലെ തന്നെ ക്യാരറ്റ് സേമിയ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിനി. ക്യാരറ്റ് സേമിയ ഒരുപാട് സമയമൊന്നും വെള്ളത്തിലിടണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി. അപ്പോൾ തന്നെ അത് കുതിർന്ന് വരും. അപ്പോൾ അത് അരിപ്പിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേനും വെള്ളം ചോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാരറ്റ് സേമിയോ അതേപോലെ തന്നെ നമ്മൾ പുട്ടുപൊടി മിക്സ്ഡ് ആക്കിയിട്ടാണ് കേട്ടോ ഒന്ന് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ പുട്ടുപൊടിക്ക് ക്യാരറ്റിൻ്റെ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ തൂക്കിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വേഗം പുട്ടുകുറ്റിക്ക് തേങ്ങയും പിന്നെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മൾ ക്യാരറ്റ് സേമിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല കളർ ഉണ്ടാവില്ലേ ക്യാരറ്റിൻ്റെ കളറ്, അതൊക്കെ കളറ് കൂട്ടിയിട്ടാവും. നമ്മളതിപ്പോൾ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റാണ്, മായമില്ലാത്ത പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ സെയിൽ ചെയ്യണത്. അപ്പോൾ അതിലങ്ങനെ കളറൊന്നും കാണാത്ത അതുകൊണ്ടാണ് കേട്ടോ, നാച്ചുറലായിട്ടുള്ള കളർ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പുട്ട് ആവി കയറ്റാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ പഴക്കൊല കെട്ടിത്തൂക്കിട്ടോ, പഴക്കൊലൊക്കെ കെട്ടിത്തൂക്കി വന്നപ്പോൾ തന്നെ ഇതാ പുട്ടിന് ആവി വന്നിട്ടുണ്ടേനി. അപ്പോൾ ഞാനൊരു വാഴൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതിക്കാണ് നമ്മളെ പുട്ട് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ സ്കൂൾ മദ്രസ ഒന്നും ഇല്ലാത്ത അന്ന് കുറച്ചധികം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് വിശക്കുമ്പോൾ ഒക്കെ എടുത്ത് തിന്നാലോ. നമ്മളെ ഐഫ കുട്ടിക്കൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുട്ടിക്ക് കറിയൊന്നും വേണമെന്നില്ല, പിന്നെ കുറച്ച് ചായയും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കോരി കുടിക്കും. അപ്പോൾ ഞാനങ്ങനെ പുട്ടൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടേനി. അപ്പോൾ ഐഫ കുട്ടീൻ്റെ കൈയാട്ടോ അതിൻ്റെ ഇടയിൽ കണ്ടത്. ഞാൻ പുട്ടും കുട്ടീൻ്റെ ചില്ലെടുക്കണത് കണ്ടാണ്ടേ ഓൾ കൊടുത്തതാണ് കേട്ടോ, ഓളെ കൈ പൊള്ളിക്കണ്. നമ്മൾ വീട്ടമ്മമാർ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് പിന്നെ ചൂടൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ പുട്ടുചുടലൊക്കെ കഴിഞ്ഞു. പിന്നെ പഴം ഉണ്ടായിനി, അപ്പോൾ പുട്ടും പഴമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ മക്കളെ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ എന്താ വെച്ചാൽ ഷാളില്ലാതെയാണ് കേട്ടോ ഒക്കെ വന്നിരുന്നിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാതിരുന്നതാണ്. ഇനിയിപ്പോൾ ചോറുണ്ടാക്കണം. അതേപോലെ തന്നെ കുറച്ച് മീനുണ്ടായിന് കേട്ടോ, ഞാൻ തലേ ദിവസം വാങ്ങിച്ചതാണിത്. ഈ ഒരു മീൻകാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഉമ്മറാക്കാന്നാട്ടോ ഞങ്ങൾ പറയില്ല. അപ്പോൾ ഞാൻ ആദ്യമേ ഈ കാക്കാൻ്റെ കയ്യിൽ നിന്നാണ് മീൻ വാങ്ങൽ. എൻ്റെ വീട്ടിലുണ്ടായിന് അന്നൊക്കെ കേട്ടോ. പക്ഷെ നമ്മൾ ഈ വീടിൻ്റെ അതിൽ ഇയാൾ വരില്ല. ഞാൻ കരലായിക്കൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അങ്ങനെ മീൻ വാങ്ങും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ പുറത്ത് പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതേനി കേട്ടോ മീൻ. അയിലയുണ്ട്, അതേപോലെ മത്തിയുണ്ട്. അയില ഓരെന്നെ വെട്ടി തന്നിട്ടുണ്ടേനി. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഇന്നലെ ഞാൻ പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചതേനി കേട്ടോ. ഞാൻ സാധാരണ മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഒന്നും ഇങ്ങനെ വെക്കലില്ല കേട്ടോ, കവറിലാക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലില്ല. ഞാൻ എന്തെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് വെക്കൽ. അങ്ങനെ ബോക്സിലൊക്കെ ആക്കി നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ മീൻ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന മക്കളോടാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞത്, ഒരു അങ്ങനെ തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചു. അപ്പോൾ അത് ഞാൻ ഐസ് വിടാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പാലൊന്ന് കാച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല പാലാണ് കേട്ടോ, നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ശരിക്കുള്ള പാലിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ സൊസൈറ്റിത്തെ പാലും അതേപോലെ നമ്മൾ പശുക്കളില്ല വീട്ടിൽ നിന്നൊക്കെ വാങ്ങണ പാലുണ്ടല്ലോ, അങ്ങനത്തെ പാലിനാണ് ആ ഒരു കറക്റ്റ് പാലിൻ്റെ ടേസ്റ്റ് കിട്ടുക അല്ലേ. നമ്മൾ ഇങ്ങനെ പാക്കറ്റ് പാലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെയുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടൂല. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കുകയാണെങ്കിലും പാല് കാച്ചി കുടിക്കുകയാണെങ്കിലും ഒന്നും ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ. അപ്പോൾ ഇത് നല്ല പാലാട്ടോ. ഇത് നമ്മൾ അടുത്ത വീട്ടിലത്തെ കാക്ക ഏതായാലും സൊസൈറ്റിക്ക് പോക്കുന്നുണ്ട്, അപ്പോൾ കാക്കാനോട് ഞാൻ കൊണ്ടുവരാൻ പറയുന്നതാണ്. അങ്ങനെ പാലൊക്കെ കിട്ടീനി. അപ്പോൾ ഞാൻ പാലൊക്കെ ഇതാ കാച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാല് കാച്ചുന്ന ഈ ഒരു പാത്രം ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഇപ്രാവശ്യം ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചെന്ന ഒരു സോസ് പാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സോസ് പാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാൽ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ പുറത്തൊന്നും പോയിട്ടില്ല. ഞാൻ വിചാരിച്ച് പുറത്ത് പോയോ. അപ്പോൾ എന്തായാലും തീയൊക്കെ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡസ് വാലിത്തെ പാത്രങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളായിക്കാരം കേട്ടോ, അപ്പോൾ കുറച്ച് റേറ്റും ഉണ്ടാവും. ഇപ്പോൾ പിന്നെ ന്യൂ ഇയർ ഓഫറൊക്കെ ആയതുകൊണ്ട്, ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ ഓഫർ ഉണ്ടായതുകൊണ്ട് നല്ല വില കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോണ്ടി കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചിഞ്ചുമോളും മഞ്ചുമോളും ഉണ്ടാവും ചോറ് കഴിക്കാൻ ഉച്ചയ്ക്ക്. അപ്പോൾ ഒരിക്കൽ ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് ഗ്യാസുമ്മ വെക്കാം, പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് കുറേ ദിവസം വയ്ക്കണം, അടുപ്പ് കത്തിക്കാൻ പോയി വയ്ക്കണം. അങ്ങനെ ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളം തിളക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ, അരി വേഗം ഞാൻ കഴുകി കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതവിടെ കടന്നിട്ട് അങ്ങനെ വേവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ നന്നാക്കി എടുക്കണം. പിന്നെ ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാണ്ടേനും, അപ്പോൾ അവിടെ പഴയ ചാക്കൊക്കെ ഒരു എന്താ പറയുക മണ്ണൊക്കെ ആയിട്ട് വൃത്തികേടായിട്ട് കിടക്കേനെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി പുതിയ ചാക്കൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ മീനൊക്കെ ഐസൊക്കെ വിട്ടിട്ടുണ്ടേനി, അപ്പോൾ അതും വേഗം നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഈ കുഞ്ഞമ്മത്തി കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം തിരുമ്മി നല്ലോണം കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. വാഴൻ്റെ ഇലയിൽ ഇട്ടിട്ടാവുമ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്താലേ അപ്പോൾ അതിങ്ങനെ തിരുമ്മി കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ പാത്രത്തേക്ക് ഇട്ടത് ആ കൈ കൊണ്ട് നല്ലോണം തിരുമ്മി എടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്.
ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ടാണ് കേട്ടോ മീൻ നന്നായി കിട്ടിയത്. അങ്ങനെ അതൊക്കെ നന്നാക്കി കൊണ്ടുവന്നു. പിന്നെ അയിലമീൻ ഞാൻ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, അത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുഞ്ഞമ്മത്തി വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി വെച്ചിട്ടുള്ള മീൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 4 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അതും അരിഞ്ഞാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. 2 പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിൻ്റെ ഇല ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം എന്താ പറയുക നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ കറിവേപ്പിൻ്റെ ഇലമേ. വെള്ളം ഉണ്ടായാൽ അതിൻ്റെ കളറ് മാറും. അപ്പോൾ ആ ഒരു ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ വെള്ളമൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ട് വേണം വെക്കാൻ. പിന്നെ ഞാൻ മീൻ കറിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ പുളിൻ്റെ പൾപ്പ് ഉണ്ടേനി, അപ്പോൾ അതാട്ടോ ചേർത്ത് കൊടുത്തത്. പുളിൻ്റെ പൾപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം ഇതന്നെയാണ് കേട്ടോ ഞാൻ അധികം മീൻ കറിക്ക് ചേർക്കൽ. പിന്നെ കുടംപുളി ഉണ്ടെങ്കിൽ കുടംപുളി ചേർത്താലും മതി, അല്ലെങ്കിൽ സാധാ വളംപുളി ആണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഞരട്ടി കുഴച്ചെടുത്തു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ചെയ്യണം കേട്ടോ. സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി കൊടുത്താൽ പോരാ, ഇതേപോലെ നമ്മളെ കൈ വെച്ചിട്ട് നല്ലോണം ഞെരട്ടി കുഴച്ചെടുക്കണം. ആ തക്കാളിൻ്റെ നീരൊക്കെ എല്ലാ ഭാഗത്തും ആയിക്കോളും അങ്ങനെ ആകുമ്പോൾ. പിന്നെ കുറച്ച് പുളിൻ്റെ പൾപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പുളി കുറച്ച് കുറവാണോ എന്നൊരു തോന്നൽ. നമ്മളിതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കറിക്കനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ മീനൊക്കെ മസാല തേച്ചല്ലോ, അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിന്. അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ അതിക്കൊഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ അതാ ഞാൻ അടുപ്പ് കത്തിച്ചതല്ല, അടുപ്പ് കത്തിക്കൊണ്ട് തന്നെ അതിന് കേട്ടോ. നമ്മൾ ചോറ് വെച്ചിനല്ലോ അടുപ്പത്ത്. അപ്പോൾ ചോറൊക്കെ ഊറ്റി അടുപ്പിൽ എന്തായാലും കനലൊക്കെ ഉണ്ടേനി. അപ്പോൾ ഇത് അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ ഇവിടെ വന്നിട്ട് മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മീൻ പൊരിക്കാൻ വെച്ച ഈ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ, ഇതും നമ്മൾ പിന്നെ നമുക്കിപ്പോൾ ഇൻഡസ് വാലിയിൽ നിന്ന് ഇപ്രാവശ്യം കിട്ടിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതും അതേപോലെ തന്നെ നല്ല പാനാണ്. നമുക്ക് മീൻ പൊരിച്ചെടുക്കണമെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണമെങ്കിലും മുട്ട പൊരിക്കണമെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതും അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളാം കേട്ടോ. വാങ്ങുമ്പോൾ നമ്മളെ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. ഈ ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. നല്ല ചൂടുണ്ടാവും കേട്ടോ ചട്ടി. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻ കറി വന്ന് നോക്കിയപ്പോൾ അതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം തിളച്ച് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെറിയ മീനുണ്ടല്ലോ കുഞ്ഞമത്തി, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എളുപ്പമല്ലേ ഈ മീൻ കറി ഉണ്ടാക്കാൻ. നമുക്ക് കുറേ സവാള അരിയണ്ട, അതേപോലെ തന്നെ അതൊന്നും വഴറ്റാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ച് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കൊടുക്കുക. ഇനി അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മീൻ കറി റെഡി ആയിട്ടോ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച്, അതേപോലെ തന്നെ നമ്മളെ മീൻ കറി വെന്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിലായതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ. ഈ ഒരു മീൻ കറിയും മീൻ വറുത്തതും തന്നെയാണെന്ന് ചോറിന് കൂട്ടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഐഫക്കുട്ടി റിച്ചും കല്യാണത്തിന് കൊണ്ട്. റിച്ചുമോ പോയിട്ടോ കല്യാണത്തിന്, ഓൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണം. ഇപ്പോൾ ഇവിടെ റബ്ബർ തോട്ടം ഉണ്ടല്ലോ നമ്മളെ വീടിൻ്റെ മുന്നിൽ, അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ പോകാൻ പറ്റില്ല, റോഡിന് അങ്ങനെ പോകണം. നമ്മളെ തറവാട് വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനും ഐഫക്കുട്ടി അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ കല്യാണ വീട്ടിലേക്ക്. ഞങ്ങൾ കല്യാണത്തിന് പോകാണ് കേട്ടോ. ഉണ്ട് നല്ല വെയിലാണ്. 2-ാം തീയതി അല്ലേ തുടങ്ങും ക്ലാസ്. കല്ല് ഇടയിൽ കുത്തുന്നുണ്ട് ഗായ്സ്. എല്ലാവരും കല്യാണത്തിന് പോകാണ് ഗായ്സ്. എന്തൊരു പേരില്ലമ്മ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കല്യാണ വീട്ടിലൊക്കെ പോയി നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ, ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് വന്നു. അവിടുന്ന് പിന്നെ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കല്യാണത്തിനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവണമല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒന്നും വീഡിയോ എടുക്കണ ഇഷ്ടം ഉണ്ടാവില്ല.
അപ്പോൾ ഞാനധികം നമ്മളെ കാര്യങ്ങൾ തന്നെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കൽ. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങിയൊക്കെ ചെയ്തിട്ടോ. പിന്നെ അസറൊക്കെ നിസ്കരിച്ചിട്ട് കിച്ചണിക്ക് വന്നതാണ്. അപ്പോൾ ഇനി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ചായ ഇല്ല കേട്ടോ ഉണ്ടാക്കണത്. റാഗിപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ നമ്മൾ ചെറിയ കുട്ടികൾക്ക്, അതേപോലെ കുറച്ച് ലൂസാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇത് നല്ലതാണ് കേട്ടോ, കുട്ടികൾക്ക് ബ്ലഡൊക്കെ ഉണ്ടാവാനൊക്കെ നല്ലതാണ്, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ ഞാനൊരു 4 സ്പൂണ് റാഗിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താണ്ട് അതിക്ക് പച്ചവെള്ളം ഒഴിച്ചാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിന്. ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് അതിതാ കുറച്ച് പാലിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പാലേ ഉണ്ടാവുള്ളൂ, ബാക്കി വെള്ളമാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുക. ഇത് നമ്മൾ കുഴങ്ങി വരുന്ന സമയത്തൊക്കെ 1 ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കുഴപ്പവും ക്ഷീണവും ഒക്കെ മാറും കേട്ടോ. അതേപോലെ വിശപ്പും മാറും. അങ്ങനെ അത്രക്കും നല്ലതാണ്. പിന്നെ അറിയാലോ, മുത്താറിപ്പൊടിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും വലിയ കഴിക്കുകയാണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതിക്ക് ഞാനിപ്പോൾ മധുരത്തിന് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇതിങ്ങനെ കുറുകി വരുന്ന സമയത്താണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പോൾ പഞ്ചസാര ചേർക്കണ കാട്ടിൽ നല്ലത് ശർക്കര ചേർക്കുന്നതാണ്. ശർക്കര ഞാൻ നോക്കിയപ്പോൾ ഇല്ലേനി കേട്ടോ, അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. ശർക്കര ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആവും. പിന്നെ അതേപോലെ 1 സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനൊക്കെ ചൂടാക്കി നെയ്യൊക്കെ അതിക്കിട്ട് അതേപോലെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുകൊണ്ട് മൂപ്പിച്ചിട്ട് അതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പിന്നെ തേങ്ങാക്കൊത്തൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിരുന്നു, ഒന്ന് ചൂടാറട്ടെ. പിന്നെ ഐഫക്കുട്ടി പോയാണ്ട് ഫ്രിഡ്ജ് പോയി തുറന്നാണ്ട് ഒരു കോളിഫ്ലവർ ഉണ്ടായിന് അതിൽ, അപ്പോൾ അത് എടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പോൾ പിന്നെ വേഗം അതൊന്ന് പിന്നെ തിളപ്പിച്ചെടുത്തിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ്ട് എന്നിട്ട് അതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്താണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് തിളപ്പിച്ചെടുത്താൽ എന്താ പറയുക, കോളിഫ്ലവർ വെന്ത് കിട്ടും ചെയ്യും. പിന്നെ മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ, അപ്പോൾ പെട്ടെന്ന് ആവും കേട്ടോ. അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ അതേപോലെ ആ ഒരു ചട്ടിക്ക് തന്നെ ഞാൻ മീൻ പൊരിക്കാണ്ടേനും ഉച്ചക്ക് കുറച്ചല്ലേ പൊരിച്ചിട്ടുള്ളേനും, പിന്നെ ഈ രാത്രിക്കൊക്കെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ അത് ആ ഒരു ചട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ ഈ ഒരു മുത്താറിപ്പൊടി കൊണ്ടുള്ള ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കോണ്ടി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ക്ഷീണിച്ചൊക്കെ വരുന്ന സമയത്ത് 1 ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമ്മളെ ക്ഷീണവും കുഴക്കമൊക്കെ മാറും. അതേപോലെ തന്നെ നല്ലതാണ്, കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും നമ്മൾ വലിയൊരു കഴിക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി. പ്രത്യേകിച്ച് നോമ്പിനൊക്കെ ഞാൻ അതേപോലെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പൊക്കെ വന്നിട്ട് നമുക്ക് ഇതേപോലെ ക്ഷീണമൊക്കെ മാറ്റാൻ ഇതേപോലെ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.